വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനിവിടെ വന്ന ടൈം മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഉള്ള സന്തോഷമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കോർണിഷസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കോർണിഷിൽ പോയി കഴിഞ്ഞാലും കൂടുതൽ എൻ്റർടൈനിങ് ഐറ്റംസ് ഉണ്ടാവും. നമ്മളിവിടെ കൂടുതൽ പോകാറുള്ളത് കോർണിഷിലാണ്. കാരണം ഹൈസൂന് ഒരുപാട് ഇഷ്ടമാണ് കളിക്കാനും കാര്യങ്ങൾക്കും. അപ്പോൾ അവനെ പാർക്കിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ എപ്പോഴും പോകാറുള്ളത്. ഞങ്ങളിവിടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം സൈക്കിളിൽ കളിക്കുന്നതും കാറിൽ കളിക്കുന്നതൊക്കെയാണ് കൊച്ചുകുട്ടികൾ. പക്ഷേ ഒരു ദിവസം നമ്മളൊരു കോർണിഷിൽ പോയപ്പോൾ ഇതുപോലെ ഫാമിലി ആയിട്ട് ചില ആൾക്കാർ പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾക്കും ഇതിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കാത്തൊരു ടൈമിലായിരുന്നു, നാഷണൽ ഡേയുടെ ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്ത് പോയപ്പോഴായിരുന്നു ഈ ഒരു ബീച്ചിലേക്ക് വന്നതും അതേപോലെ തന്നെ നമുക്കിതിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും. സംഭവം ഒന്ന് അടിപൊളിയാണ്, നല്ല രസമാണ്. പക്ഷേ ഓടിക്കുന്ന ആൾ നല്ല സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. കാരണം ഈ ബാക്കിയുള്ള 2 സ്റ്റിയറിങ്ങും വരും ഡമ്മിയാണ്. താഴത്തെ പെഡൽ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. എനിക്ക് പിന്നെ സൈക്കിൾ ചവിട്ടാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാനതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയില്ലായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ വേറൊരു കോർണിഷിൽ പോയ ഒരു വീഡിയോ ആണ്. ഇത് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കോർണിഷിൽ ഈ ഒരു ഏരിയയിലോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഒന്ന് വന്നിരിക്കാമെന്ന് വെച്ചിട്ട് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ടൈമിൽ വന്നിരുന്നതാണ്. നല്ല കാമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിരം പരിപാടിയാണ് ഹൈസൂന് മണൽ വാരൽ. അപ്പം മണൽ വാരൽ ഓവറായപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ തിരിച്ച് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.